നമ്മൾ ഈ കസ്റ്റഡി അപേക്ഷ വായിച്ചു നോക്കിയാൽ മുമ്പുള്ള കേസ് എന്താണോ അത് തന്നെയാണ് വിവരിച്ചിരിക്കുന്നത്. ശബരിമലയിലെ വിവിധ ഇടങ്ങളിലെ സ്വർണം അത് അപഹരിച്ച് രാസലായനി ഉപയോഗിച്ച് വേർതിരിച്ച് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു. അതിന് ഈ പ്രതികളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി. ഇതാണ് കേസ്. അപ്പോൾ ഈ വിശ്വാസമൂല്യം വെച്ചുള്ള കച്ചവടം അല്ലെങ്കിൽ ആന്റിക് മാർക്കറ്റിലെ കച്ചവടം തുടങ്ങിയ ആംഗിളുകൾ അല്ലെങ്കിൽ തുടങ്ങിയ സംശയങ്ങൾ അന്വേഷണ സംഘം തള്ളുകയാണോ? ഇല്ല, അത് അവർ തുടക്കത്തിൽ അങ്ങനെ തള്ളിക്കൊണ്ടുള്ളൊരു നിലപാടുകൾ അവർ ഇതിൻ്റെ പകരം തിരിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ പോയിരിക്കുന്നത്. അത് നമുക്ക് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്ത് യഥാർത്ഥത്തിൽ അവരുടെ അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ പഴയത് തിരിച്ചെടുക്കുക എന്ന് തന്നെയാണ്. പഴയ ഇവർ മാറ്റിയിട്ടുള്ള കാര്യം ഇവർ ഈ പറഞ്ഞ സ്വർണം മാറ്റിയെന്നുള്ള കാര്യം സാങ്കേതികമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാര്യം സ്വർണത്തിന് അന്നത്തെ സമയത്ത് വെറും 27 ലക്ഷം രൂപയെ 1 കിലോയ്ക്ക് വിലയുള്ളൂ. ഇന്ന് 1 കോടി രൂപ അടുത്ത് 1 കോടിയുടെ മേളിലുണ്ട് ഇന്ന് വില. ആ 27 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇവരെടുത്തിരിക്കുന്ന സ്വർണ്ണം എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് അടുത്തുള്ള സ്വർണ്ണം എടുത്തെന്ന് പറഞ്ഞാൽ 27 ലക്ഷം രൂപയ്ക്ക് ഇത്രയും മഹാരഥന്മാരായ ആൾക്കാർ ഒരു ടീമായിട്ട് ഫോം ചെയ്ത് ഇത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് ഇവരിനകത്തുനിന്ന് 27 ലക്ഷം രൂപ ഒരാൾക്ക് വീതിച്ച് കഴിഞ്ഞപ്പോൾ 11 പേരുണ്ട്. ഇനി ഒരു 5-6 പേരൂടെ വന്നാലും 2-3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒന്നും ഇവർ ചെയ്യത്തില്ല. അപ്പോൾ ഇവർ വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സാങ്കേതികത്വം മനസ്സിലാക്കുമ്പോൾ വ്യക്തമായിട്ട് ഇവർ ഈ പാളി വിറ്റിരിക്കുകയാണ്. ഇത് സിനിമാ ബന്ധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ വിശ്വാസപരമായിട്ടുള്ള കൊള്ളയായിട്ടാണ് ഈ പറഞ്ഞ കട്ടളയും ഈ പറഞ്ഞ നമ്മുടെ ധാരപാലക പാളികളും മേളത്തെ പ്രഭാമണ്ഡലവും കഥവും എല്ലാം പോയിരിക്കുന്നത്. ഈ പഴയ കാലത്തെ സാധനങ്ങളൊക്കെ ആൻറ്റിക്കുമായിട്ട് വാജിവാഹനമൊക്കെ ആൻറ്റിക്കായിട്ടും പോയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ വിശ്വാസപരമായിട്ടുള്ള കൊള്ള നടക്കണമെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ട് ഈ പൂജാരിമാരുടെ ഒന്നീ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾ പോയി സ്ഥാപിക്കണം ഇത്. അല്ലെങ്കിൽ ഒറിജിനൽ തന്ത്രിമാരായ ഇപ്പോൾ ഗോവർദ്ധൻ്റെ വീട്ടിലൊക്കെ നമ്മുടെ തന്ത്രി അദ്ദേഹമൊക്കെ പോയി പൂജ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വേറെ 3-4 അന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ 3-5 അമ്പലങ്ങളിൽ പോകുന്ന വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ കൊണ്ടുപോയ വഴികളിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു ഈ വിശ്വാസപരമായ കൊള്ളയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടാനും അത് ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചാൽ പോലും ഈ പറഞ്ഞ ആൾക്കാരൊന്നും കള്ളന്മാരോ അങ്ങനത്തെ ആൾക്കാരായിരിക്കത്തില്ല ഇത് മേടിച്ചിരിക്കുന്നവരാ. ഒരു ഭക്തിയുടെ ആ ഒരു മൂർധന്യത്തിൽ അല്ലെങ്കിൽ ഇവർ പറ്റിപ്പിടിപ്പിച്ച അന്ധവിശ്വാസത്തിന്റെ ഒരു ബലത്തിലൊക്കെ ആയിരിക്കും അവരിത് മേടിച്ചു വെച്ചിരിക്കുന്നത്. എന്തോ വലിയ ശനിദേവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ആ വടക്കൻ കർണാടക ആന്ധ്ര ദേശങ്ങളിലൊക്കെ. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള സംഭവം ആ രീതിയിൽ ഇവരുടെ ഒക്കെ ഒരു സപ്പോർട്ട് അപ്പം ഇവരിലോട്ടുള്ള ആ രീതിയിലുള്ള ചോദ്യം ചെയ്യലോ ആ രീതിയിലുള്ള വിശ്വാസപരമായ കൊള്ള നടക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ചോ ഈ പഠനം പൂജ നടന്നിരിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചൊക്കെയുള്ള അന്വേഷണം വ്യക്തമായിട്ട് എത്തണം. കാര്യം ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പറ്റിയിട്ടുള്ള ബാക്കി ബന്ധങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ ആരെ കണ്ടു, ആരോടെ കൂടെ നിന്നു, ചില ഫോട്ടോകൾ. പക്ഷെ ബാക്കിയുള്ള അന്വേഷണം കൂടെ ഈ പൂജകളുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങളൂടെ വന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥമായ ഒരു ചിത്രം വ്യക്തമാകത്തുള്ളൂ. നമ്മൾ ഇനിയും കാത്തിരിക്കണം.